അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തയും വെളുത്തയും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്ന പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെ കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയിൽ നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങളതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അറിയും. അതിൻ്റെ 19 വാക്യം നോക്കട്ടെ. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടും. കിട്ടമാകുക എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട തങ്കം മറ്റ് ലോഹങ്ങൾ ചേർന്ന് മലിനപ്പെട്ടു പോകുമ്പോൾ അതിന് പറയുന്നതാണ് ഡ്രോസ്. യഹൂദനെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് കിട്ടമായി പോയി. കിട്ടമായി പോയത് കൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടും. അവിടെ ഇട്ട് നിങ്ങളെ ഞാൻ പ്യൂരിഫൈ ചെയ്യാൻ പോവുകയാണ്. ഈ വാക്യം നിവർത്തിക്കപ്പെടുവാൻ രാഷ്ട്രീയഗതി വാസ്തവത്തിൽ ഒരുക്കപ്പെട്ടത് 1967 1967. നമുക്കറിയാം, നമ്മൾ ഈ ടൂർ നടന്നപ്പോൾ നമ്മൾ കേട്ടു, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോലെ 1967 വരെ ആ യെരൂശലേമും വെസ്റ്റ് ബാങ്കും ജോർഡാന്റെ കയ്യിലായിരുന്നു. ജോർഡാൻ എന്ന് പറയുന്ന രാഷ്ട്രം എങ്ങനെ രൂപീകരിച്ചു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. പ്രവചനത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഒന്നാം ലോകയുദ്ധത്തിൽ യഹൂദന് കൊടുക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ മോചിപ്പിച്ചെടുത്ത ഈ സ്ഥലം 2/3 ഭാഗം യഹൂദന് കൊടുക്കാതെ കർവ് ചെയ്തെടുത്ത് ഹെഷ്മനൈറ്റ് കിങ്ഡം ഓഫ് ജോർഡൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ബ്രിട്ടീഷുകാരെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനിയൊരു വാക്യം നിർത്തി ജെറമ്യാ പ്രവചനം, ഈ ഭാഗത്തിലേക്ക് തിരിഞ്ഞു വരാം. ജെറമ്യാ പ്രവചനം 49 അധ്യായം നോക്കാം. ഈ ജോർഡനെ കുറിച്ചുള്ള പ്രവചനം 49 വാക്യം. അമ്മോന്യരെ കുറിച്ച്, ജോർഡനെ കുറിച്ചുള്ള പ്രവചനമാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിൽ പുത്രന്മാരില്ലയോ, അവൻ അവകാശമില്ലയോ, പിന്നെ മാൽക്കോം ഗാദിനെ അവകാശമാക്കി അവൻ്റെ ജനം അതിൻ്റെ പട്ടണങ്ങളിൽ പാർക്കുന്നതെന്ത്? ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബയിൽ യുദ്ധത്തിന് ആർപ്പുളി വരുത്തും, കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് ശൂന്യമായി കൽക്കുന്നായും അതിൻ്റെ പുത്രി നഗരങ്ങൾ തീപിടിച്ച് വെന്തുപോകും. ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവനെ കൈവശമാക്കും. ദൈവം ചോദിക്കുകയാണ്, എൻ്റെ ജനങ്ങളില്ലയോ, പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പാർക്കുന്നത്? ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശപ്പെടുത്തും. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ഇസ്രായേലിന് കൊടുക്കേണ്ട ഭൂമി ഹെഷ്മനൈറ്റ് കിങ്ഡം ഓഫ് ജോർഡൻ എന്ന് പറയുന്ന ഭൂമി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അമ്മോന്യരെ കുറിച്ച്, അമ്മാന്യരും മോവാബ്യരും ലോത്തിന്റെ പിൻഗാമികളാണ്. അവരുടെ പിൻഗാമികളാണ് ഈ ജോർഡാൻ. അവരോട് ദൈവം ചോദിക്കുകയാണ്, എൻ്റെ ജനത്തിന് പുത്രന്മാരില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ പാർക്കുന്നേ? താഴോട്ട് വായിക്കുന്നുണ്ട്, ഇസ്രായേൽ തന്നെ കൈവശമാക്കിയവനെ കൈവശപ്പെടുത്തും. ഇസ്രായേൽ അത് ആ ഭൂമി കരസ്ഥമാക്കും. ഞാൻ പറഞ്ഞു വരട്ടെ, ശേഷിക്കുന്ന ഈ 1/3 സ്ഥലത്തിൽ നിന്നാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതും UN അന്ന് പലസ്തീനികൾക്ക് വെച്ചു കൊടുത്തതും. എന്നാൽ പലസ്തീനികളും അറബികളും റിജക്റ്റ് ചെയ്യുന്നു. ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നു. ഈ സ്വതന്ത്ര രാഷ്ട്രമാകുമ്പോഴും അവരുടെ ഏറ്റവും പുണ്യഭൂമിയായ യെരൂശലേം അവർക്കില്ല, അത് ജോർദാന്റെ കയ്യിലാണ്. എന്നാൽ അറബി രാജ്യങ്ങൾ ചിന്തിച്ചു, മൂന്നാമതൊരു യുദ്ധം ഞങ്ങൾക്ക് നടത്തി ഇവരെ അങ്ങ് ഇല്ലായ്മ ചെയ്തേക്കാം. നാസറിന്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ട പടിഞ്ഞാറെ ആ മെഡിറ്ററേനിയൻ കടലിലോട്ട് ഇവരെ തെള്ളിക്കളയാം എന്ന വ്യാമോഹത്തിൽ 5 രാജ്യങ്ങൾ ഒന്നിച്ച് യുദ്ധത്തിന് കൂടി. ഈജിപ്തിന്റെ ഏതാണ്ട് 80,000 സൈന്യം തെക്ക് ഭാഗത്തും, സിറിയയുടെ 40,000 സൈന്യം വടക്ക് ഭാഗത്തും, ജോർഡന്റെ 40,000 സൈന്യങ്ങൾ അതിൻ്റെ കിഴക്ക് ഭാഗത്തും, സൗദി അറേബ്യയുടെ 25,000 സൈന്യവും, ഇസ്രായേലിന്റെ 3 ഭാഗവും സൈന്യങ്ങൾ കൊണ്ട് വളഞ്ഞു. 3 ഭാഗം. പിന്നീടുള്ളത് പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ ഭാഗമാണ്. നാസർ റേഡിയോയിൽ കൂടെ പ്രഖ്യാപിച്ചു, ഇവരെ തെള്ളി അങ്ങ് ഈ സമുദ്രത്തിലോട്ട് അങ്ങ് കളയാം എന്ന് പറഞ്ഞു. അത് സംഭവിച്ചു പോയനെ. എന്നാൽ അവിടെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രഭാതത്തിൽ അറബി രാജ്യങ്ങളുടെ എയർപോർട്ടുകൾ അവർ ബോംബ് ചെയ്ത് തീവച്ച് 3 രാജ്യങ്ങളുടെ എയർഫോഴ്സ് ഇല്ലാതാക്കി. അവരുടെ പാരട്രൂപ്പ് ഭടന്മാർ 2ാമത്തെ ദിവസം യെരൂശലേമിൽ നമ്മൾ കണ്ട പുരാതന യെരൂശലേമിൽ കാലുകുത്തി. അവർ കാലുകുത്തിയെന്ന് മാത്രമല്ല, അവർ കൈകൾ ആ കല്ലിൽ വെച്ചുകൊണ്ട് അന്നത്തെ സൈന്യാധിപനായ മോശയാദാൻ പറഞ്ഞു, വി ഹാവ് കം ടു ദ ഹോളിയസ്റ്റ് ഓഫ് ഹോളീസ്, വി വിൽ നെവർ ലീവ് ഹിയർ അഗെയിൻ. ഇനി അവളെ വിട്ടുകൊടുക്കില്ല. 1980 ജൂലൈയിലെ ലോകത്തോട് അവർ പ്രഖ്യാപിച്ചു, യെരൂശലേം ഞങ്ങളുടെ നിത്യ തലസ്ഥാനമാണ്. 1980 സെപ്റ്റംബറിൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത്
ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടി സൗദി അറേബ്യയുടെ പ്രിൻസാണ് പ്രപ്പോസ് ചെയ്തത് ഹോളി വാർ അല്ലെങ്കിൽ ജിഹാദ് പ്രഖ്യാപിക്കുക. പ്രിയപ്പെട്ടവർ ഓർക്കണം, 2500 വർഷം മുമ്പ് ബൈബിളിൽ പറഞ്ഞു അവസാനത്തെ യുദ്ധം ഹോളി വാറാണ്. എടുത്തു നോക്കിയോ, ജിഹാദ്. യോവേൽ പ്രവചനം 3-ാം അധ്യായം നോക്കി. ഈ അവസാനത്തെ യുദ്ധം ജിഹാദാണെന്ന് വളരെ വ്യക്തമായി പ്രവാചകനോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹോളി വാറാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം. ഇത് ജാതികളുടെ വിളിച്ചു പറവീൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. ഹോളി വാർ. ഞാൻ ഇത് അങ്ങനെ തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഇംഗ്ലീഷ് ബൈബിൾ അതില്ലെന്ന് തോന്നില്ലേ? ഇംഗ്ലീഷ് ബൈബിളില്ല, മലയാളം ബൈബിളിലുണ്ട്. ഞാൻ യശുവേ വന്നപ്പോൾ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കമൻട്രീസ് അതെടുത്ത് ഞാൻ ലാംഗ്വേജിൻ്റെ പരിശോധിച്ചപ്പോൾ ഹോളി വാർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, സാങ്ക്ടിഫൈങ് വാർ. അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇംഗ്ലീഷിൽ അത് വിട്ടുപോയിട്ടുണ്ട്. 9-ാം വാക്യം ആരോടാ പറയുന്നതെന്ന് നോക്കണം. ജസ്റ്റ് ഇമാജിൻ, ആരോടാ ദൈവം പറയുന്നത്? ജാതിയുടെ വിളിച്ചു പറയും. അതിൻ്റെ 11-ാം വാക്യം ചുറ്റുമുള്ള സകല ജാതികളുമാരെ ബന്ധപ്പെട്ട് വരുവിൻ. 12-ാം വാക്യം ചുറ്റുമുള്ള സകല ജാതികളുമായി ബന്ധപ്പെട്ട് വരിക. ചുറ്റുമുള്ള രാജ്യങ്ങൾ ആരാണ്? ഇസ്ലാമിക് അറേബ്യൻ രാജ്യങ്ങളാണ്. ചുറ്റുമുള്ള രാജ്യങ്ങളോട് ദൈവം പറയുകയാണ്, ഒരുങ്ങിക്കോ, പ്രിപ്പയർ ചെയ്തോ, ഹോളി വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ. നമ്മളൊന്ന് ചിന്തിച്ച ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അവരുടെ 3-ാമത്തെ പുണ്യഭൂമിയാണ് യെരുശലേം. ഈ യെരുശലേം മോചിപ്പിക്കുവാൻ പുറപ്പെടുത്ത് അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർക്ക് ഇസ്രായേലിനോടുള്ള സൈനിക ബലം കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ നോക്കുക, ദൈവം പറഞ്ഞത് എസെക്കിയേൽ 22 എന്താ? നിങ്ങൾ കിട്ടമായി തീർന്നുകൊണ്ട് നിങ്ങളെ ഞാൻ യെരുശലേമിന്റെ നടുവിലിട്ട് ഒരുക്കാൻ പോവുകയാണ്. യഹൂദനെ യെരുശലേമിന്റെ നടുവിൽ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. ആ ശുദ്ധീകരണത്തിന് ദൈവം പറഞ്ഞു ചുറ്റുമുള്ള ജാതികൾക്ക്. സഖറിയാവ് 12-ൽ വായിക്കുന്നുണ്ട്, ഐ വിൽ മേക്ക് ഇറ്റ് എ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്. സഖറിയ ചാപ്റ്റർ 12 വാക്യം നോക്കിയാട്ടെ. സഖറിയ ചാപ്റ്റർ 12 വേഴ്സ് 1. അവിടെ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ ഈ യെരുശലേം അത് ഈ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തന്നെ ദൈവം എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ 12-ാം അധ്യായത്തിന് 1 പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള ജാതികൾക്ക് ഒരു പരിഭ്രമ പാത്രമാക്കും. ഐ വിൽ മേക്ക് ജെറുസലേം എ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ് ടുവേർഡ്സ് ദ സറൗണ്ടിങ് നേഷൻസ്. നമ്മൾ ഓർത്ത് നോക്കണം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. സറൗണ്ടിങ് നേഷൻസ് ആർ അറബ് കൺട്രീസ്, ഇസ്ലാമിക് കൺട്രീസ്. ഈ ഇസ്ലാമിക് അറബ് കൺട്രീസിന് ഐ എം ഗോയിങ് ടു മേക്ക് ജെറുസലേം എ കപ്പ് ഓഫ് ഡ്രങ്കൺനെസ്. മദ്യം കുടിക്കുന്ന പ്രതീതിയാണ് ഈ ചുറ്റുമുള്ള ജാതികൾക്ക് ഈ ജെറുസലേം എന്ന വിഷയത്തെക്കുറിച്ച് അവർ ഓർക്കുമ്പോൾ. യെശയ്യാവ് 29-ന്റെ 9-ാം വാക്യം അതോട് ചേർത്ത് വായിച്ചാൽ അത് ഈ പ്രവചനം അവിടെ പറയുന്നത്. നമ്മളത് വായിക്കുമ്പോൾ അരിയേലെ അരിയേലെ എന്നൊക്കെ വായിക്കും, പക്ഷേ യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. യെശയ്യാ പ്രവചനം 29-ാം അധ്യായം. അയ്യോ അരിയേലെ അരിയേലെ, ഏരിയൽ എന്നാണ്, ഏരിയൽ ഷാരോൺ എന്ന് പറയുന്നത് അതേ പദമാണ്. ഏരിയൽ, അരിയേലെ അരിയേലെ, ദാവീദ് പാളയം ഇറങ്ങിയിരുന്ന നഗരമേ. ദാവീദ് പാളയം ഇറങ്ങിയത് ഈ സിയോൻ യെരുശലേമാണ്. ആ നഗരത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറയുന്നത് നോക്കിയാട്ടെ. 9-ാം വാക്യം, വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവിൻ, അന്ധത പിടിച്ച് കുരുടരായിരിപ്പീൻ. അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ലതാനും. അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യം കൊണ്ടല്ലതാനും. ആരെക്കുറിച്ചാണ് പറയുന്നത്? 7-ാം വാക്യം നോക്കിയാട്ടെ. അരിയേലിൻ്റെ നേരെ യുദ്ധത്തിനായി സകല ജാതികളുടെ കൂട്ടം അതിന് നേരെ, കോട്ടയ്ക്കും നേരെ യുദ്ധത്തിന് ചെയ്ത് അതിൻ്റെ വിഷമിപ്പിക്കുന്ന ഏവരും ഒരു സ്വപ്നം കാണുന്ന പോലെ ഇരിക്കും. ചുറ്റുമുള്ള ജാതികൾ വാസ്തവത്തിൽ മദ്യം കുടിച്ച പോലെ ഒരു പ്രതീതിയിൽ അവസാനമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കും ഈ യെരുശലേം പിടിച്ചെടുക്കാൻ. എന്നാൽ യെരുശലേം ഇന്ന് രാഷ്ട്രീയമായി നമ്മൾ ഓർത്തതുപോലെ ദൈവം പറഞ്ഞ പോലെ ചുറ്റുമുള്ള ജാതികൾക്ക്, രാഷ്ട്രങ്ങൾക്ക്, അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുക. നമ്മൾ കണ്ടു, ഇവിടെയുള്ള സെക്യൂരിറ്റി മറ്റും കണ്ടു. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഭൂമി വിട്ട് അപ്പുറത്തോട്ട് കയറിയാൽ അവിടെ ചെക്ക് പോയിന്റ്, 2 ചെക്ക് പോയിന്റ്. ഈ അറബികളെയും ഇസ്രായേലിനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന മതിലുകൾ, വളരെ ശക്തമായ ഈ കാവൽ കൊണ്ട് ഈ ടെററിസത്തെ അല്പമൊന്ന് നിയന്ത്രിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. ഇതധികം പോകത്തില്ല. ഓരോ ദിവസം കഴിയുന്നതോളം ഈ യെരുശലേം പ്രോബ്ലമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഈ യെരുശലേം മൂർച്ഛിച്ച് ചുറ്റുമുള്ള ജാതികൾ ഇവർക്കെതിരായി വന്ന് ഈ പട്ടണത്തിൽ ഏതാണ്ട് പകുതി വീണ്ടും പ്രവാസത്തിൽ പോകും. എക്സാക്ട്ലി ഹാഫ് ഓഫ് ദ സിറ്റി അത് ഓൾഡ് യെരുശലേമാണ്. നോക്ക്, അവർ പിടിച്ചെടുത്തത് ഹാഫ് ഓഫ് ദ സിറ്റിയാണ്. സഖറിയാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പട്ടണത്തിൽ പാതി വീണ്ടും പ്രവാസത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. നോക്ക്, അതിനുള്ള രാഷ്ട്രീയ ചുറ്റുപാട് ഒരുങ്ങിയിരിക്കുക. എന്നാൽ ഞാനൊരു വേദഭാഗം കൂടെ വളരെ ഗൗരവമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. സഖറിയ പ്രവചനം ഒന്ന് എടുക്കാം. ഇതോടുള്ള ബന്ധത്തിൽ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ സഖറിയ പ്രവചനത്തിൽ
അത് ഞാൻ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. 2 പ്രാവശ്യമേ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് ഈ സക്കറിയാവിൽ പറയുന്നുള്ളൂ. ദ ബേർഡൻ ഓഫ് ദ വേർഡ്, മലയാളം ട്രാൻസ്ലേഷൻ അത് വന്നിട്ടില്ല. 9-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലുമാണ് അത് വരുന്നത്. ദ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ഈ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് ആദ്യം പറയുന്നത് 9-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 9, 10, 11 3 അധ്യായങ്ങൾ ചേർത്ത് പറയുക. പിന്നീട് ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് 12-ാം അധ്യായത്തിൽ പറഞ്ഞ് 12, 13, 14 അധ്യായത്തിൽ പറയുക. ആദ്യം ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ 1-ാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. 1-ാം വരവിനെ കുറിച്ച് 9:9 വായിക്കുന്നുണ്ട്. സിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി നിന്റെ അടുക്കൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നത് 9:9 പറയുന്നു. എന്നാൽ അതിൻ്റെ 11-ാം അധ്യായം അവസാനിക്കുന്നു. 9, 10, 11 അവസാനിക്കുമ്പോൾ അവരുടെ ആ ഇടയനെ അവർ തള്ളിക്കളഞ്ഞ് തുമ്പുകെട്ട ഇടയനെ അവർ സ്വീകരിക്കുന്നു, അന്തിക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. എന്നാൽ 12-ാം അധ്യായത്തിൽ ബേർഡൻ ഓഫ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ വചനത്തിൻ്റെ ഭാരം എന്ന് പറഞ്ഞ് പ്രവചനം ആരംഭിക്കുന്നു. ആ പ്രവചനം 12, 13, 14 അധ്യായങ്ങൾ, ഈ 3 അധ്യായങ്ങൾ ഒരൊറ്റ പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നു. മനസ്സിലാക്കാൻ ഞാൻ എളുപ്പം പറഞ്ഞുതരാം. ഈ 3 അധ്യായം ശ്രദ്ധിച്ചു നോക്കിയാൽ 16 പ്രാവശ്യം അന്നാളിൽ എന്ന പദം പറയുന്നുണ്ട്. അന്നാളിൽ ഒരു മാല കൊണ്ട് ഇങ്ങനെ കോർത്തിരിക്കുന്ന പോലെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ, പാർട്ട് ബൈ പാർട്ടായിട്ട് അന്നാളിൽ എന്ന പദം കൊണ്ട് ഈ 3 ചാപ്റ്ററിനെ ബന്ധിച്ചിരിക്കുന്നു. ഒരു വലിയ പ്രാധാന്യതയ്ക്ക് വേണ്ടി ഞാനത് എടുക്കുകയാണ്. ഒന്ന് ഓടിച്ചു നോക്കിയ ബൈബിളുള്ളവരെ, അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കും. 4-ാം വാക്യം, അന്നാളിൽ അത് സംഭവിക്കും. 5-ാം വാക്യം അന്നാളിൽ, പിന്നെ 8-ാം വാക്യം, 9-ാം വാക്യം, 11-ാം വാക്യം, ഇങ്ങനെ അന്നാളിൽ എന്ന പദം. 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 2-ാം വാക്യം, അതിൻ്റെ 4-ാം വാക്യം. 14-ാം അധ്യായത്തിൽ വരുമ്പോൾ 4-ാം വാക്യത്തിൽ അന്നാളിൽ, ഇങ്ങനെ വായിച്ച് പോയാൽ 16 പ്രാവശ്യം അന്നാളിൽ എന്ന പദം കൊണ്ട് ഈ 3 അധ്യായത്തെ ലിങ്ക് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അന്നാളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിയേ. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 4-ാം വാക്യം, അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും, ഒലിമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും എന്ന് വായിക്കുന്നു. അന്നാളിൽ ഓൺ ദ ഡേ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. അന്നാളിൽ അതിന് ഏറ്റവും പ്രധാനം, അവൻ്റെ കാൽ ഒലിമലയിൽ നിൽക്കും, ഒലിമല 2ആയി കയറിപ്പോകും. വീണ്ടും വായിക്കുന്നുണ്ട്, അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാനം, എൻ്റെ ദൈവമായ യഹോവയെ തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. 9-ാം വാക്യം, അന്നാളിൽ യഹോവ ഏകനും തൻ്റെ നാമം ഏറ്റവുമായിരിക്കും, യഹോവ സർവ്വഭൂമിക്കും രാജാവായിരിക്കും. കർത്താവ് മടങ്ങി വന്ന് രാജാവായി വാഴാൻ പോകുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ ഒരു വാക്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ 16 പ്രാവശ്യം അന്നാളിൽ എന്ന് പറഞ്ഞ് ലിങ്ക് ചെയ്ത് കർത്താവിൻ്റെ കാൽ അന്നാളിൽ ഒലിമലയിൽ നിൽക്കും എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത പറയുമ്പോൾ ഈ അന്നാളിൽ എന്ന പ്രോഗ്രാം എന്നാ തുടങ്ങുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ദൈവം അന്നാളിൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എന്നാ ആരംഭിക്കുന്നത്? കർത്താവിൻ്റെ 2-ാം വരവാണ്. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും, ഒലിമല 2ആയി കീറിപ്പോകും. അന്നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരുമായി മടങ്ങി വരും, അവൻ സർവ്വഭൂമിക്കും രാജാവാകും. ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്നാ അത് തുടങ്ങുന്നതെന്ന് അറിയാമോ? യെസ്, അതിൻ്റെ 3-ാം വാക്യം നോക്കിയാട്ടെ, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കി വെക്കും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ദൈവം യെരൂശലേമിനെ ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കി വെച്ചു കഴിഞ്ഞാൽ അന്നാളിൽ എന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അത് അവസാനിക്കണമെങ്കിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് യെരൂശലേം ഭാരമുള്ളൊരു കല്ലായി മാറണം. ലോകത്തിൽ ആർക്കും പരിഹരിപ്പാൻ വയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് യെരൂശലേം എന്ന് പറയുന്ന പ്രശ്നം. അറബി രാജ്യങ്ങളും പലസ്തീനികളും ഒരുപോലെ ആവശ്യപ്പെടുന്നു, അവർക്ക് പഴയ യെരൂശലേം അവരുടെ തലസ്ഥാനമായി വേണം. ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു, തങ്ങൾ ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കില്ല. ഇസ്രായേലിന്റെ വൈസ് പ്രൈം മിനിസ്റ്റർ അടുത്ത സമയത്ത് ഫ്യൂ ഡേയ്സ് ബാക്ക് പ്രഖ്യാപിച്ചു, യെരൂശലേം നെഗോഷിയേഷൻ ടേബിൾ കൊണ്ടുവരാം. എന്തിനാ ഇത് പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇത് തന്ത്രപൂർവ്വമായി ചില കളിക്ക് വിട്ടിരിക്കുന്നതാണോ നമുക്കറിയില്ല. ഏതായാലും വീണ്ടും യെരൂശലേം പ്രശ്നമായി മാറുകയാണ്. വചനത്തിൽ ഓർപ്പിച്ച പോലെ യെരൂശലേം ഭാരമുള്ള കല്ലായി തീരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ വരവിൽ ചെന്നേ അവസാനിക്കുള്ളൂ. ഇന്ന് യെരൂശലേം ഭാരമുള്ള കല്ലായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതിനു മുമ്പ് സഭ മാറ്റപ്പെട്ടെങ്കിലേ കഴിയുള്ളൂ. ദൈവസഭ മാറ്റപ്പെടാതെ ഇതിൻ്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കാൻ കഴിയില്ല.
വേറൊരു വാക്യം അതോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ലൂക്കോസ് 21:24 കർത്താവ് പറഞ്ഞതാണ്, ജാതികളുടെ കാലം തികയുന്നത് വരെ ജാതി